നമസ്കാരം. ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വസതിക്ക് പുറത്തുണ്ടായ വെടിവെപ്പിന്റെ ഗൂഢാലോചന നടന്നത് അമേരിക്കയിൽ. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന പ്രൊഫഷണൽ ഷൂട്ടർമാർ, ആയുധങ്ങൾ എല്ലാം ചേർന്ന് വെടിവെപ്പ് സംഭവത്തിന് ഒരു ക്രൈം ത്രില്ലറിന്റെ തിരക്കഥ പോലെയുണ്ട്. ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് ബൈക്കിലെത്തിയ 2 പേർ മുംബൈ ബാദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിന് നേരെ 4 റൗണ്ട് വെടിവെക്കുകയായിരുന്നു. ഇവിടെയാണ് സൽമാൻ ഖാൻ താമസിക്കുന്നത്. വെടിവെപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഇരുവർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. CCTVയിൽ ഇവരുടെ ചിത്രങ്ങളും പതിഞ്ഞു. ഇവർ നടന്റെ വസതിക്ക് നേരെ വെടിയുതിർക്കുന്നതും CCTVയിൽ കാണാം. ഇവരിൽ ഒരാൾ വെള്ള ടീഷർട്ടും കറുത്ത ജാക്കറ്റും ഡെനിം പാൻസുമാണ് ധരിച്ചിരിക്കുന്നത്. മറ്റേയാൾ ചുവന്ന ടീഷർട്ടും ഡെനിം പാൻസും. ഇരുവരും കുപ്രസിദ്ധ ഗുണ്ടാ തലവനായ ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിലെ അംഗങ്ങളാണെന്ന് പോലീസ് പറയുന്നു. ബിഷ്ണോയ് ഇപ്പോൾ തിഹാർ ജയിലിലാണ്. ഗായകൻ സിദ്ധു മൂസേവാലയുടെയും കർണി സേനാ തലവൻ സുഖ്ദേവ് സിബ് ഗോഗോമെഡിയുടെയും കൊലപാതകങ്ങളിൽ പങ്കുള്ള അധോലോക നേതാവാണ് ബിഷ്ണോയ്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയ് ഏറ്റെടുത്തിരുന്നു. ഇതൊരു ട്രെയിലറാണെന്നായിരുന്നു അൻമോൾ ബിഷ്ണോയ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത്. ഇത് ആദ്യത്തെയും അവസാനത്തെയും മുന്നറിയിപ്പാണെന്നും ഇതിനുശേഷം വെടിയുതിർക്കുന്നത് ആളില്ലാത്ത വീടുകളിലേക്കാവില്ലെന്നും കുറിപ്പിലുണ്ടായിരുന്നു. അൻമോൾ ബിഷ്ണോയ് നിലവിൽ കാനഡയിലോ US ഒളിവിലാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംശയം. 18ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. 2021 ജോധ്പൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ അൻമോൾ വിദേശത്തേക്ക് മുങ്ങിയെന്നാണ് സൂചന. അൻമോൾ ബിഷ്ണോയ് US വെച്ച് ഷൂട്ടർമാരെ തിരഞ്ഞെടുക്കുന്ന ദൗത്യം അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മറ്റൊരു അധോലോക തലവൻ രോഹിത് ഗോദാരയ്ക്ക് നൽകി. ഗോദാരയ്ക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ ഷൂട്ടർമാരുടെ ശൃംഖല തന്നെയുണ്ട്. അതുകൊണ്ടാവാം ഇയാളെ ദൗത്യം ഏൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അൻമോൾ ബിഷ്ണോയുടെ ഫേസ്ബുക്ക് പേജിന്റെ IP വിലാസം കാനഡയിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. VPN ഉപയോഗിച്ച് സൃഷ്ടിച്ച പോസ്റ്റാണോ ഇതെന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. രാജസ്ഥാനിലെ രാജുതേത് കൊലക്കേസ്, ഗോഗോമേദി കൊലക്കേസ് എന്നിങ്ങനെയുള്ള പ്രമാദമായ സംഭവങ്ങളിൽ ഉൾപ്പെട്ട രോഹിത് ഗോദാര ബിഷ്ണോയ് ഗ്യാങ്ങിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ബിഷ്ണോയ് ഗ്യാങ് ആയുധങ്ങളുടെ വിതരണം കൃത്യമായി ഉറപ്പാക്കുന്നുണ്ട്. തന്റെ ഇന്ത്യയിലെ കൂട്ടാളികൾ വഴി ഷൂട്ടർമാർക്ക് തോക്കും മറ്റും ഗോദാര എത്തിച്ചു കൊടുത്തു എന്നാണ് സംശയിക്കുന്നത്. കാലു എന്നറിയപ്പെടുന്ന വിശാലാണ് ഷൂട്ടർമാരിൽ ഒരാളെന്നും സംശയിക്കുന്നു. വിശാൽ ഗുരുഗ്രാം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വ്യവസായി സച്ചിൻ മുഞ്ചാലിന്റെ മാർച്ച് മാസത്തിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് തേടുന്ന ക്രിമിനലാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി മുഞ്ചാലിന്റെ കൊലപാതകത്തിൽ പങ്കുള്ളതായി ഗോദാര സമ്മതിച്ചിരുന്നു. വിശാലും കൂട്ടാളിയും റായ്ഗഡിൽ നിന്നൊരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിയാണ് സൽമാൻ ഖാന്റെ വസതിയിലേക്ക് പുറപ്പെട്ടത്. പനവേലിൽ നിന്ന് മുംബൈയിലേക്ക് ബൈക്കിലാണ് അവരെത്തിയത്. ഈ ബൈക്കിന്റെ വിൽപ്പനയെക്കുറിച്ചും അന്വേഷിച്ചു വരുന്നു. സാധാരണഗതിയിൽ സൽമാൻ ഖാന്റെ വസതിക്ക് മുമ്പിൽ ഉണ്ടാകാറുള്ള പോലീസ് വാഹനം ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായിരുന്നില്ലെന്നും പറയുന്നു. മഹാരാഷ്ട്ര, ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിന്റെ ഹിറ്റ് ലിസ്റ്റിലെ 10 പേരിൽ ആദ്യ സ്ഥാനത്തുള്ളയാളാണ് സൽമാൻ ഖാൻ. 1998 സൽമാൻ ഖാൻ രാജസ്ഥാനിലെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ 2 കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയ സംഭവമാണ് ലോറൻസ് ബിഷ്ണോയുടെ പകയ്ക്ക് കാരണം. ബോളിവുഡ് താരങ്ങളായ സെയ്ഫ് അലി ഖാൻ, നീലം ഖോത്താരി, സൊനാലി ബേദ്ര, തബു എന്നിവരായിരുന്നു അന്ന് സൽമാനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇവരും സൽമാന്റെ സഹായികളായ ദുഷ്യന്ത് സിംഗ്, ദിനേഷ് ഗോവറ എന്നിവരും കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. കൃഷ്ണമൃഗത്തെ ബിഷ്ണോയ് വിഭാഗം പരിപാവനമായിട്ടാണ് കരുതുന്നത്. തങ്ങളുടെ ഗുരുവായ ജംബാജിയുടെ പുനർജന്മമായിട്ടാണ് ഇവർ കൃഷ്ണമൃഗത്തെ കണക്കാക്കുന്നത്. പക്ഷിമൃഗാദികളെ വേട്ടയാടുന്നതും കൊലപ്പെടുത്തുന്നതും വലിയ പാപമായി അവർ കണക്കാക്കുന്നു. വന്യമൃഗങ്ങളെ വേട്ടയാടിയ കേസുകളിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ ബിഷ്ണോയികൾ ഇടപെടാറുണ്ട്. ബിഷ്ണോയ് സംഘത്തിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണിയെ തുടർന്ന് സൽമാൻ ഖാന് Y+ കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 11 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് സദാ സൽമാൻ ഖാൻ അകമ്പടി സേവിക്കുന്നത്. ടീമിൽ 2 കമാൻഡോകളും പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരുമുണ്ട്. 2 വാഹനങ്ങൾ എപ്പോഴും ഖാന്റെ വാഹനത്തിന് അകമ്പടി പോകും. ഒരെണ്ണം മുന്നിലും ഒരെണ്ണം പുറകിലും. സൽമാൻ ഖാന്റെ കാറ് പൂർണ്ണമായി ബുള്ളറ്റ് പ്രൂഫാണ്. നേരത്തെ UK ഇന്ത്യൻ വിദ്യാർത്ഥി സൽമാന് നേരെ വധഭീഷണി ഉയർത്തി ഇമെയിൽ അയച്ചിരുന്നു. ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം റോക്കി ഭായ് എന്ന പേരിൽ രാജസ്ഥാനിൽ നിന്ന് ഭീഷണി കോൾ വന്നിരുന്നു. 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് അതിന് പിന്നിലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഏപ്രിൽ 30 സൽമാനെ വകവരുത്തുമെന്നതായിരുന്നു ഭീഷണി. മുംബൈ ക്രൈംബ്രാഞ്ചിനെ കൂടാതെ മഹാരാഷ്ട്ര ATSഉം NIAയും ഇപ്പോഴത്തെ വെടിവെപ്പ് കേസിന്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് കൈമാറിയെങ്കിലും കേസ് ATSനോ NIAയ്ക്കോ കൈമാറാൻ അഭ്യർത്ഥന വന്നിട്ടില്ല.